ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പം നമ്മൾ ഗ്രിഡ് ഇട്ടിട്ട് ഒരു ഫേസ് സിമ്പിളായിട്ട് വരച്ചെടുക്കുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും നോക്കി വരക്കാറാണ് സാധാരണ. ഞാൻ ഇതുവരെ എല്ലാം നോക്കിയാണ് വരക്കാറുള്ളത്. ഒരിക്കലും ഗ്രിഡ് ഇട്ടിട്ട് വരച്ചിട്ടില്ല. എനിക്കെന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ തീരെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ വരച്ചിട്ട് ആ ഒരു ഫേസ് കട്ട് കറക്റ്റായിട്ട് ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പഠിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പഠിച്ചാൽ നമ്മുടെ വർക്കിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി പിന്നെ നമുക്കത് ക്ലിയറായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഗ്രിഡ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഈ ഗ്രിഡ് മെത്തേഡ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്രിഡ് മേക്കർ ഫോർ ഡ്രോയിങ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ സെർച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രോയിങ് ഗ്രിഡ് ഫോർ ദ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഒരു ആപ്പ് കിടക്കുന്നുണ്ടല്ലോ, അതാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇമ്പോർട്ട് യുവർ ഫോട്ടോ, നമുക്ക് ഏത് പിക്ചറാണോ ചെയ്യേണ്ടത് ആ ഒരു പിക്ചർ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗാലറി പോയി നമ്മൾ ദുൽഖർ സൽമാൻ്റെ പിക്ചറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് വരക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓൾറെഡി ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ക്രോപ്പ് ഓക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യുവർ വർക്ക് എന്നുള്ളതിൻ്റെ താഴെ സൈസ് 1 സെല്ല് എന്ന് കാണുന്നില്ലേ, അവിടെ ഞാൻ 20 മില്ലിമീറ്ററാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ 20 എന്നുള്ളിടത്ത് നമുക്ക് ഏതൊരു നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 20 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഓരോ ബോക്സ് ഉണ്ടല്ലോ, ഓരോ സ്ക്വയർ, അതിൻ്റെ സൈസാണ് കേട്ടോ. 20 ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1 സെൻറ്റിമീറ്ററാണ്. കറക്റ്റ് നമ്മുടെ സ്കെയിലിൽ 1 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഇനി ഗ്രിഡ്, ഈ ഗ്രിഡ് നമുക്ക് ഏത് കളറിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്കാണ് നേരത്തെ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു, സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെഡോ ഗ്രീനോ ഏതാ വെച്ചാൽ അത് ചെയ്യാം. പിന്നെ സ്ട്രോക്ക്, നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് മാക്സിമം നമ്മൾ സ്ക്വയർ ടൈപ്പ് തന്നെ ആക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് എന്താ പറയുക സൈസിൽ കിട്ടുള്ളൂ. പിന്നെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ പിക്ചർ സേവ് ചെയ്യുക. അതായത് ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഈ പിക്ചർ സേവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളിവിടെ ഓരോ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ലൈന്, ഡയഗണൽ, റേഡിയൽ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ലേബലിലാണ് ഞാൻ ടിക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ലൈന് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ 20 മില്ലിമീറ്റർ നീളവും വീതിയുമുള്ള ഗ്രിഡാണ് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഉണ്ട് നമ്മുടെ സ്കെയിലിൽ. ബ്ലാക്ക് ഗ്രിഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈനിൻ്റെ തൊട്ടപ്പുറത്തെ ഡയഗണൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് കൂടി നോക്കാം കേട്ടോ. കണ്ടോ, ഡയഗണിക്കലായിട്ടുള്ള ലൈൻസൊക്കെ ഇതിൽ വരും. അപ്പോൾ നമുക്ക് ഇത്രയും ലൈൻസിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതാ റേഡിയൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് ആവശ്യമില്ലാത്ത, അപ്പോൾ അതൊന്നും നമുക്ക് ടിക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഇത്രയും ഗ്രിഡുകൾ മതി. ഗ്രിഡുകൾ എണ്ണം കൂടുന്നോറും നമ്മൾ ഔട്ട്ലൈന് പെർഫെക്ഷൻ ആവും. പക്ഷേ ഒരുപാട് ഔട്ട്ലൈൻ ഇട്ടാൽ ഒരുപാട് ഗ്രിഡുകൾ ഇട്ടാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ പിക്ചർ ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതൊക്കെ നല്ല വൃത്തിക്ക് വായിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് കുറേ ലൈൻസുകൾ ഒഴിവാക്കാം. ഓക്കെ, അതായത്
ഈ ഒരു ലൈന് മാത്രം മതി. ഇതിലും ചെറുതാക്കാം. 20 മില്ലിമീറ്റർ എന്നുള്ളത് 10 മില്ലിമീറ്റർ എന്നുള്ള അളവിലെടുത്താൽ ഇതിൻ്റെ ബോക്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നമുക്ക് ഒരുപാട് മായ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ 3 ലൈൻസിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ പിക്ചർ, അതായത് നമ്മൾ ഗ്രിഡ് ഇട്ട് വെച്ച പിക്ചർ, അത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഇത് സേവായി. നമ്മൾ നേരെ ഗാലറി പോവാം. ഗാലറി പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ 1, 2, 3 എന്ന് പറഞ്ഞാണ്ട് ഓരോ ബോക്സിനും നമ്പർ ഉണ്ട് അല്ലേ, മേലേക്കും ഉണ്ട്. അതായത് വെർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലായിട്ടും നമ്പേഴ്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിക്ചർ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സൈസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു നമ്പേഴ്സ് അവിടെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാലറിക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി പിക്ചർ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ആപ്പിൾ ഗ്രിഡ് ഇട്ടു. ഇനി നമുക്ക് ബുക്കിലേക്ക് അത് പകർത്താം കേട്ടോ. ഞാൻ A5ൻ്റെ ബുക്കാണ് എടുത്തിട്ടത്. A5 എന്ന് വെച്ചാൽ A4 ബുക്കിൻ്റെ നേരെ പകുതിയാണ് അതിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ അതിലെ കറക്റ്റ് സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിൽ ആ മൊബൈലിൻ്റെ സ്ക്രീൻ അതേ വലുപ്പത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ലൈൻസ് 1 സെൻറ്റിമീറ്റർ ഒഴിച്ചിട്ടിട്ടാണ് മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് സൈസ് കിട്ടിയില്ല. അപ്പോൾ ഞാനത് മായ്ച്ചിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 20 mm എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആ 1 സെൻറ്റിമീറ്റർ ഞാനിതിൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മൊബൈൽ സ്ക്രീനിൻ്റെ അതേ വലുപ്പത്തിലുള്ളൊരു പിക്ചറേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നേരെ ഡബിളാക്കി. അതായത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളിടത്ത്, അതായത് ഒരു ബോക്സ് 1 സെൻറ്റിമീറ്റർ എന്നുള്ളിടത്ത് ഞാൻ 2 സെൻറ്റിമീറ്ററാണ് മുകളിലും അതേപോലെ താഴേക്കും മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിൽ ഓരോ 2 സെൻറ്റിമീറ്റർ അളവ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ 7 പോയിൻ്റാണ് മുകളിൽ ഇട്ടിട്ടുള്ളത്. താഴേക്ക് 10 എന്നുള്ള അളവാണ് താഴേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ബോക്സും 2 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ലൈന് വരച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തലങ്ങനെയും കുത്തനെയും ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റിലും ലെഫ്റ്റിലും മുകളിലും താഴെയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിങ്ങനെ മാറിപ്പോവാതെക്കാൻ വേണ്ടിയിട്ട് ആപ്പിലുള്ളത് പോലെ തന്നെ 1, 2, 3, 4, 5, 6, 7 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ 7 വരെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. 7 അല്ല 8 ഗോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8 എന്ന് പറയാൻ പറ്റില്ല, 7 അര കേട്ടോ. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ നമ്മുടെ ആപ്പിലെ നമ്പർ നോക്കുക, അതേപോലെ നമ്മുടെ ബുക്കിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രിഡിൻ്റെ നമ്പർ നോക്കുക. അപ്പോൾ ഈ ഹെയർ ഏതൊക്കെ ബോക്സിലൂടെ കയറി പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ ഭാഗവും മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ കുറച്ച് ടൈം എടുത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ ബോക്സിലൂടെയും എന്താ പറയുക പോയിൻ്റ് ഇടാനും ഔട്ട്ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ 2-3 പിക്ചറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫൈൻ ആർട്സിൽ എന്ന് വെച്ചാൽ ലൈവായിട്ടുള്ളൊരു മനുഷ്യനെ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ അവർ നിന്നിട്ട് അതങ്ങനെ ലൈവായിട്ട് വരച്ചാണ് നമ്മൾ പ്രാക്ടീസ് നേടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ചറും തന്നെ പോർട്രേറ്റൊക്കെ നമ്മൾ പെയ്ഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പിക്ചർ ജസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ വരക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രിഡ് മേക്കർ എന്നുള്ളത് ഒരു എന്താ പറയുക എളുപ്പ വഴിയാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പിന്നെ നമുക്ക് നോക്കി വരക്കാനുള്ളൊക്കെ ഒരു എന്താ പറയുക ആ ഒരു കഴിവ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇത്
അതിലേറെ ഈസി ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുക മറ്റതിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് മെനക്കെടൂല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗ്രിഡ് മേക്കർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരാളുടെ ഫിഗർ കട്ടിങ്ങും മറ്റും കറക്റ്റായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ 1-2 പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമുക്ക് ഇത്രയും ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ബോക്സും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രിഡ് മേക്കർ എന്നുള്ള ആപ്പിൽ നമ്പർ ഉണ്ടാവും, അതിൽ നോക്കുക. അതേപോലെ നമ്മുടെ ബുക്കിലും നമ്മളെ മുകളിലും സൈഡിലൊക്കെ നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഓരോ ഭാഗവും പോയിൻ്റ് ഇടാനും ഔട്ട്ലൈൻ വരക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോഴും അതേപോലെ തന്നെ ഗ്രിഡ് ഫസ്റ്റ് നമ്മൾ ലൈൻസ് വരച്ചല്ലോ, അതൊക്കെ HB പെൻസിൽ വെച്ചിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട്. HB പെൻസിലാണെങ്കിലും പ്രഷർ കുറച്ചിട്ട് മാത്രം ലൈൻസ് ഇടുക. കാരണം നമുക്കത് പിന്നീട് ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഇറേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ മാക്സിമം പ്രഷർ കുറച്ചിട്ട് ലൈറ്റായിട്ട് വേണം നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോ ഭാഗവും കറക്റ്റായിട്ട് നിങ്ങൾ ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഭാഗവും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലാണ് നമ്മൾ ആ ഒരു പിക്ചർ ഷെയ്ഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്താ പറയുക ആ ഒരു കറക്റ്റ് ഫിഗർ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ദുൽഖറിനെ വരക്കുമ്പോൾ മമ്മൂട്ടിയായി പോകാൻ പാടില്ല. അപ്പോൾ ഓരോന്നും നിങ്ങൾ ടൈം എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ വരക്കുന്ന ഓരോ ലൈൻസും, അതായത് വെർട്ടിക്കലായിട്ടുള്ളതാണെങ്കിലും പാരലലായിട്ടുള്ള ലൈൻസ് ആണെങ്കിലും വരക്കുമ്പോൾ നമ്മുടെ ആപ്പിലേക്ക് നോക്കുക. അതിലും നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബുക്കിലും നമ്മൾ നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ബോക്സിലൂടെ തന്നെ ഓരോ ലൈൻസും വരക്കേണ്ടതുണ്ട്. ഓരോ പ്രാവശ്യം വരക്കുമ്പോഴും നമ്മുടെ ഫോണിൽ നോക്കിയിട്ട് ആപ്പിൽ നോക്കിയിട്ട് ഏത് ബോക്സിലാണ് ഏത് നമ്പറിലാണ് ഈ ഒരു ലൈൻസ് പോയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടി വേണം ഓരോ ഔട്ട്ലൈനും ഇടാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഹെയർ ചെയ്തിട്ടുള്ളത് 2ാമത്തെ ബോക്സിലൂടെയാണ് അല്ലേ, അതായത് ലെഫ്റ്റ് സൈഡിലെ ഹെയറാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2ാമത്തെ ബോക്സിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. പക്ഷേ അത് 2ാമത്തെ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടില്ല. അപ്പോൾ ഓരോന്നും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വർക്ക് നമുക്ക് ചെയ്തിട്ട് എന്നും എത്തുന്നില്ല, മടുത്തു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയത്ത് വന്നിട്ട് ബാക്കി ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് എനിക്ക് വേണ്ടിയിട്ട് ആരും വർക്ക് ചെയ്യില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പോർട്രേറ്റ് എന്ന് പറയുന്നത് ആർട്ട് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടൊരു പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെക്കാൻ, നമ്മൾ കുറച്ച് ടൈം മാറ്റി വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് ഒരു വിഷയത്തിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഴിയാത്തൊരു സംഭവമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ടൈം എടുക്കുക. കാരണം നമുക്ക് ഒരു പോർട്രേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നൊരു കാര്യമാണ്. പോരാത്തതിന് നമുക്ക് എന്താ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പെയ്ഡ് വർക്ക് ചെയ്യാനും ഒക്കെ നല്ല ഒരു കഴിവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോർട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇൻട്രസ്റ്റിന് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെയാണ് പോർട്രേറ്റ്. എന്നാലും നമുക്ക് നമ്മൾ പറയുന്ന പേയ്മെൻറ്റ് തന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ആർട്ടിൽ ചെയ്യാൻ പറ്റുന്നത് പോർട്രേറ്റ് തന്നെയാണ് കേട്ടോ. മറ്റുള്ളതൊന്നും ചെയ്താൽ നമുക്കങ്ങനെ സെയിലായിക്കോളണം എന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ആർട്ട് എന്ന് പറയുന്നത് വെറും ഒരു ടൈം പാസ് മാത്രമല്ല, നിങ്ങളിലുള്ളിലുള്ള ഒരു കഴിവ് നിങ്ങൾ പരിപോഷിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല വർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഔട്ട്ലൈൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ആവശ്യമില്ലാത്ത ഗ്രിഡൊക്കെ ഒന്ന് നമുക്ക് റൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഗ്രിഡ് ഇടുമ്പോൾ ലൈൻസൊക്കെ വളരെ ലൈറ്റായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് ഡാർക്ക് തന്നെയാണ് ഇട്ടിട്ടത്. കാരണം നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഔട്ട്ലൈൻസൊക്കെ, അതായത് ഗ്രിഡൊക്കെ മായ്ച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഔട്ട്ലൈൻസ് ഒന്ന് വൃത്തിക്ക്
ഒന്നുകൂടി ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ വൃത്തിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.